നമ്മൾ ഒരുപാട് ലവ് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അത്തരത്തിൽ ഒന്നിക്കാതെ പോയ, ശരിയാകാതെ പോയ ഒരു കഥയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വെൽക്കം ടു സ്റ്റോറീസ് പീഡിയ. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോർ. തത്വബോധിനി സഭയും അതേപോലെ തന്നെ ആദിബ്രഹ്മ സമാജമൊക്കെ സ്ഥാപിച്ചത് മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹത്തിൻ്റെ ഇളയ പുത്രനായിരുന്നു നോബൽ സമ്മാനം ലഭിച്ച രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു ചെറിയ പ്രണയകഥയാണ്. പതിനാല് മക്കളുണ്ടായിരുന്ന മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോർ തന്റെ ഇളയ മകനെ ഒരു ബാരിസ്റ്റർ ആക്കണം എന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ലണ്ടനിൽ രവിക്കായിട്ടൊരു സീറ്റും പറഞ്ഞു വെച്ചു. 1878 രവിയെ ലണ്ടനിലേക്ക് വിട്ട് നിയമബിരുദം പഠിപ്പിക്കാനായിട്ട് പിതാവായിട്ടുള്ള മഹർഷി തീരുമാനിച്ചു. ഒടുവില് ഒരു ചെറിയ പോരായ്മയുണ്ടായിരുന്നു. രവിയുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഒരു 2 മാസത്തെ കോഴ്സ്, ഒരു ട്യൂഷൻ കോഴ്സിന് വേണ്ടി പിതാവായ മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോർ തപ്പി നടക്കുകയായിരുന്നു. ഈ ആവശ്യവുമായിട്ട് മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോർ തൻ്റെ 2ാമത്തെ മകനായിട്ടുള്ള സത്യേന്ദ്രനാഥ് ടാഗോറിനെ സമീപിക്കുക. ആ സമയം സത്യേന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയിലെ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ്. അദ്ദേഹത്തിന് പോസ്റ്റിംഗ് കിട്ടിയത് മുംബൈയിലാണ്. മുംബൈയിൽ വെച്ച് സത്യേന്ദ്രനാഥ് ആത്മോറാങ് പണ്ടുറാങ് എന്ന് പറഞ്ഞ ഡോക്ടറുമായിട്ട് ഏറെ അടുപ്പത്തിലാണ്. അവരുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം സത്യേന്ദ്രനാഥിന് നന്നായി അറിയാം. ഒടുവിൽ പിതാവ് ഏൽപ്പിച്ച ആ ദൗത്യം, ഒരു ട്യൂട്ടറെ കണ്ടെത്തുക, അതിന് ഒരു ഉത്തരമായിട്ടുണ്ട്. സത്യേന്ദ്രനാഥ് ടാഗോർ തന്റെ സുഹൃത്തായിട്ടുള്ള ആത്മോറാങ് പണ്ടുറാമിനെ ഈ ആവശ്യവുമായി സമീപിച്ചു. ആത്മോറാങ് പണ്ടുറാമിന്റെ മകളായിരുന്നു അന്നപൂർണ. രവിയേക്കാൾ 3 വയസ്സ് മാത്രം മുതിർന്ന അന്നപൂർണ ഇംഗ്ലീഷിൽ നല്ല പ്രാവീണ്യമുണ്ടായിരുന്നു. അങ്ങനെ അന്നപൂർണ രവിയെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. 3 മാസത്തെ കോഴ്സായിരുന്നു. 3 മാസത്തിനുള്ളിൽ ഇംഗ്ലീഷ് പഠിച്ചെന്ന് മാത്രമല്ല, അവർ തമ്മിലുള്ള ബന്ധവും ഇതോടൊപ്പം തന്നെ വളർന്നു. ഈ ബന്ധം വളർന്ന് ഒരു പ്രണയത്തിലേക്ക് എത്തി. പിന്നീട് കോഴ്സ് കഴിഞ്ഞ് യുവാവായ രവി ലണ്ടനിലേക്ക് പോയി. പക്ഷെ ഈ പ്രണയം അവിടെ ഉണ്ടായിരുന്നു. തൻ്റെ മകളുടെ പ്രണയം മനസ്സിലാക്കിയ ആത്മോറാങ് പണ്ടുറാം ഒരു കല്യാണ ആലോചനയിലേക്ക് എത്തുവാണ്. അങ്ങനെ അദ്ദേഹം മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് വണ്ടി കയറി മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോറിനെ കണ്ട് ഈ ആവശ്യം മുന്നോട്ട് വെച്ചു. പക്ഷേ കുറച്ച് യാഥാസ്ഥിതിക ചിന്തയുണ്ടായിരുന്ന മഹർഷി ദേബേന്ദ്രനാഥ് തൻ്റെ മകനേക്കാൾ 3 വയസ്സ് മുതിർന്ന ഒരു യുവതിയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചെറിയൊരു പോരായ്മയായിട്ട് കണ്ടു. അതുകൊണ്ട് ഈ ആവശ്യം ദേബേന്ദ്രനാഥ് ടാഗോർ അപ്പം തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെയാണ് ഈ കല്യാണം നടക്കാതെ പോയത്. ഇനി ഈ സമയത്ത് രവിയുടെ കാര്യം പറയുവാണെങ്കിലോ, ലണ്ടനിൽ പോയി നിയമം പഠിക്കാൻ പോയെങ്കിലും അവിടെ വെച്ച് നിയമത്തോടുള്ള താല്പര്യം ഇദ്ദേഹത്തിന് മാറി സാഹിത്യത്തിലേക്ക് ഇദ്ദേഹം തിരിയുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ആക്കാതെ തിരിച്ച് ലണ്ടനിൽ നിന്ന് യുവാവായ രവി നാട്ടിലെത്തുകയാണ്. അപ്പൊ നമുക്കിവിടെ പഠിക്കാൻ പറ്റുന്നത് നോക്കിക്കേ, ആത്മോറാങ് പണ്ടുറാങ് എന്ന് പറഞ്ഞ ആളുടെയാണ് പ്രാർത്ഥനാ സമാജ്. നമുക്ക് വേണമെങ്കിൽ ഓർത്തിരിക്കാം, മകളുടെ ആവശ്യവുമായിട്ട് ഒരു പ്രാർത്ഥനയുമായിട്ട് ആത്മോറാങ് പണ്ടുറാങ് ബംഗാളിലേക്ക് പോയി, കൽക്കട്ടയിൽ പോയി മഹർഷി ദേബേന്ദ്രനാഥ് ടാഗോറിനെ കണ്ടു. പക്ഷെ അത് റിജക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, എന്താണ്? ആത്മോറാങ് പണ്ടുറാമിന്റെയാണ് പ്രാർത്ഥനാ സമാജ്. പിന്നെ നമുക്ക് പഠിക്കാം ദേബേന്ദ്രനാഥ് ടാഗോറിന്റെയാണ് തത്വബോധിനി സഭയും അതേപോലെ തന്നെ ആദിബ്രഹ്മ സമാജ്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, താടിയൊക്കെ നീട്ടി ഒരു തത്വചിന്തകന്റെ ലുക്കാണുള്ളത്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, തത്വബോധിനി സഭ, ദേബേന്ദ്രനാഥ് ടാഗോർ. പിന്നീട് നമുക്കറിയാം 1913 രവീന്ദ്രനാഥ് ടാഗോറിന് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഗീതാഞ്ജലി എന്ന പദ്യ സമാഹാരത്തിനാണ് അദ്ദേഹത്തിന് 1913 നോബൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് പുതിയ ആൾക്കാരും പുതിയ കഥകളും പുതിയ ഫാക്റ്റുകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.